പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നാട്ടുകാരും പറയണത് എന്താ, ഇത്രയധികം വിസ തട്ടിപ്പ് നടന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഇതിൻ്റെ പുറകെ പോകണ്ടല്ലാന്ന്. അവർ പിന്നെ എന്ത് ചെയ്യും? ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തൊഴിൽ ഇവിടെ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, അതിനുള്ള ഒരു തൊഴിൽ സാഹചര്യം കേരളത്തിലുണ്ടോ? കൈക്കൂലിയും എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ നാട്ടത്തി കൈക്കൂലി മേടിച്ച് അവനെ കൊല്ലും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കുട്ടികൾ കെട്ടുതാലി പണയം വെച്ചോ വീട് പണയപ്പെടുത്തിയോ എല്ലാം വിറ്റ് പെറുക്കിയാണ് 10, 15, 25 ലക്ഷം രൂപ കൊടുത്ത് രക്ഷപ്പെടണം. ഓരോ ഏജൻസിയും 18 കോടിയൊക്കെ പറ്റിച്ചു എന്ന് പറഞ്ഞത്. 18 കോടി എന്ന് പറഞ്ഞാൽ 1800 ലക്ഷം രൂപ. ഇതിന് പങ്ക് പറ്റുന്നവരാണ് ഇതിൻ്റെ ഒന്നാം പ്രതി. ഞാൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ കുറേ കേസ് പിടിക്കും, എന്നിട്ട് കംപ്ലൈൻറ്റ് പോലീസിന് കൊടുക്കും. പോലീസ് അത് അന്വേഷിച്ചിട്ട് റെഫർ ചെയ്യും, അല്ലെങ്കിൽ അതാവും. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? അത് ഞങ്ങൾക്ക് അറിയില്ല. ശരിക്കും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിൻ്റെയും കേരള പോലീസിൻ്റെയും ഒരു വെബ്സൈറ്റിൽ ഇത് പരസ്യപ്പെടുത്തിക്കൂടെ? അപ്പോൾ കുട്ടികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാവൂലേ, പുതിയ യുവാക്കൾക്ക് മനസ്സിലാവൂലേ എത്ര ഏജൻസി തട്ടിപ്പുണ്ട്? ഇതൊന്നും ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ചാപ്പാട് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ദൈവത്തെ ഓർത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരു വിസക്ക് പൈസ എവിടെയെങ്കിലും കൊണ്ടേ കിടക്കുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, ആ ഏജൻസിയുടെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരാവകാശം കൊടുക്കുക. ഈ ഏജൻസിക്ക് വേണ്ട ലൈസൻസുകളുണ്ടോ? വെറും കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ 150 രൂപയുടെ ലൈസൻസ് അല്ലാതെ പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻറ്റിൻ്റെ വിദേശത്ത് പഠിക്കാനാവട്ടെ തൊഴിലിനാവട്ടെ, ശരിക്കും പഠിക്കാനാ ലൈസൻസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഉഡായിപ്പാണ്. പക്ഷെ ചോദിക്കണം. രണ്ടാമത്, പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻറ്റിലും ചോദിക്കണം. മൂന്നാമത്, ഒരു അഡ്വക്കേറ്റിനെ കണ്ട് നിങ്ങൾ 15-25 ലക്ഷം രൂപയൊക്കെ വല്ലതും കൊടുക്കണം. അല്ലെ വേണ്ട, 10 ലക്ഷം കൊടുക്കണ്ടല്ലോ. ഒരു 2000-3000 രൂപ ഒരു വക്കീലിന് കൊടുത്തിട്ട് ആ വക്കീൽ ചിലപ്പോൾ ഇതിൻ്റെ എംബസിയിലും ഇവിടേക്ക് നോട്ടീസ് അയക്കാൻ പറ്റും, ഈ വിസ ശരിയാണ്.